ഹലോ, എല്ലാവർക്കും ദ ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഫെയറി ടെയിൽസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? യക്ഷിക്കഥകൾ. നിങ്ങൾക്കത് ഇഷ്ടമാണോ? അപ്പോൾ ഇന്ന് ഞാൻ ആ കഥകളൊക്കെ കേട്ട് ഞാൻ സങ്കല്പിച്ചു കൂട്ടിയൊരു ഫെയറി ഹൗസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ കൂടുതലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് മാത്രമല്ല, ക്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലേ ഞാൻ ഗോതമ്പ് പൊടിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ക്ലേ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിതിൽ ബാക്കി എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കുപ്പി തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, എങ്ങനത്തെ കുപ്പിയായാലും ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ഫെയറി ഹൗസ് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും ഫെവിക്കോൾ മാത്രം മതി. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഫെവിക്കോളിൻ്റെ ബൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നെസസറി അല്ല, അത് പെട്ടെന്ന് ഒട്ടിക്കെട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അത് നമ്മുടെ സൂപ്പർ ഗ്ലൂ പോലെയൊക്കെയുള്ള ഒരു ഗ്ലൂ ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ ഫെവിക്കോൾ മതി. നമ്മുടെ സങ്കല്പത്തിലുള്ള ഫെയറി ഹൗസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വാതിലും 2 ജനലൊക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വാതിലോ അല്ലെങ്കിൽ എത്ര ജനലൊക്കെ കൊടുക്കാം. ഒക്കെ ഞാനിതെല്ലാം കാർഡ്ബോർഡ് പീസ് വെട്ടി ഒട്ടിക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഈ ക്ലേയും കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അത് നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പൊസിഷനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് പൊസിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇത് വെക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ ജനലും വാതിലും ഒക്കെ ഞാൻ വെച്ചതിന് ശേഷം അതിനുള്ളിലെ ക്ലേ നമ്മൾ റിമൂവ് ചെയ്യണം. അത് നമ്മൾ എന്തെങ്കിലും ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാനൊരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ് ചെയ്യണം. അപ്പോൾ അതവിടെ ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ ഫെയറി ഹൗസിൻ്റെ റൂഫ് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ഇത് പെയിൻറ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് ഈ ഹൗസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൂഫ് ഞാനൊരു ബ്രൗൺ കളർ കൊടുത്തു. ഞാനിവിടെ ഗോൾഡൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനിത് ഒരു കോട്ട് തന്നെ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ എടുക്കുന്ന കളറിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 or 2 കോട്ട് കൊടുക്കാം. ഞാനൊരു വൈറ്റ് ഓൾറെഡി ബേസ് കോട്ട് കൊടുത്തത് കൊണ്ട് എനിക്ക് ഒരു കോട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ.
ഇതിപ്പോൾ ഞാനിതിൻ്റെ അവസാനം ആ ഡോറിനൊക്കെ ഞാനൊരു ലോക്കൊക്കെ കൊടുത്തതാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫെയറി ഹൗസ് കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പോൾ ആ ഒരു എഫക്റ്റിന് വേണ്ടി കുറച്ച് മരങ്ങളും ചെടികളും കുറച്ച് വള്ളിപ്പടർപ്പുകളും ഒക്കെ കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും ചെയ്തു നോക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ എളുപ്പത്തിൽ ചെയ്തു നോക്കാൻ പറ്റില്ല, ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പം നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ശ്രമിച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫെയറി ഹൗസ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഞാനിത് ഒരു ജനലിൻ്റെ മുകളിലൊരു ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ചെറിയൊരു ലേഡി ബഗ്ഗിനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.